मेरा शेरा बेबी है ना. ഞാൻ ശുണ്ടിൽ പെണ്ണാണ്. ഞാൻ ഉരുണ്ട് വരുന്നു. ഹായ് ഹായ് ആയിച്ചു ആയിച്ചു ബേബി. ഇറ്റ്സ് കോൾഡ് ഔട്ട്സൈഡ്. യെസ്, ശരിയാണ്. ഇന്ന് നല്ല തണുപ്പായിരുന്നു രാവിലെ. ഗുഡ് മോർണിംഗ് ഷേരാ ബേബി. ഷേരാ ബേബി, ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് കിടന്നത്. ജസ്റ്റ് ഫോർ എ ഫൺ. ബാ, നമുക്ക് വെളിയിൽ പോയി കിളികളെ കാണാം. താഴെ പോകും. ക്ലാപ്പ് 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 ക്ലാപ്പ്. അയ്യോ, വെയില്. രാവിലത്തെ ഇളം വെയിൽ കൊള്ളുന്നു സേറാ ബേബി. സേറാ ബേബി ഇന്നലെ കുളിച്ചപ്പോൾ എണ്ണ വരട്ടാത്തോണ്ട് മുടിയെല്ലാം കാപ്പിരി പോലിരിക്കുകയാണ്. പക്ഷെ അത് സേറാ ബേബിയുടെ സൗന്ദര്യത്തിന് ഒരു കോട്ടവും തട്ടുന്നില്ല. സൺകിസ്ഡ് ലുക്ക്. പിന്നെ ഇമ്മ പറഞ്ഞേ പറയടാ. നോക്കുക, മൊത്തത്തിൽ നോക്കുക. പൊന്നാരി വെയില് അതൊക്കെ നട്ടാണ്. പൊറോട്ട പോലെ കേട്ടോ. ഓ, വെയിലാണോ നോക്കുന്നത്? മുഖത്തോട്ട് ചൂട് വെയിലടിച്ചിട്ട്. പിന്നെ ഇമ്മ പറഞ്ഞേ. അയ്യോ വെയിലേ. അതെന്ത് നോട്ടം? Come, let's go. Let's go. രാവിലെ ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്. കിളികൾ, കുരുവികൾ കേട്ടോ. കേട്ടോ സേറാ ബേബി? കുരുവിയെ കണ്ടോ രാവിലെ? അവളങ്ങനെ കുരുവിയെ കണ്ടിട്ടില്ല നമ്മളല്ലേ. ഞങ്ങൾ കാക്കയുടെ ഫാനാണ്. ഈ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തിൻ്റെ പൂവാണെന്നറിയാമോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് മൈലാഞ്ചി ചെടിയുടെ പൂവാണ്. ആൻഡ് വി ഹാവ് ചെറിയൊരു നാരകം ഇവിടെ ഉണ്ട്. ആ നാരകത്തിൽ ഇപ്പോഴാണ് വലതുമൊക്കെ ഒന്ന് ഉണ്ടാവുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അമലഗിരിയിൽ ഹോർട്ടിക്കൾച്ചർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങോട്ട് മേടിച്ചുകൊണ്ട് വെച്ചതാണ്. ദെൻ വി ഹാവ് എ സ്മോൾ എന്താ ഇതിൻ്റെ പേര്? പേരയ്ക്ക.
പക്ഷേ ഈ കിളികൾ രാവിലെ ഇവിടെ ഉള്ളതുകൊണ്ട് അതെല്ലാം കൊത്തും, ഇല്ലെങ്കിൽ എണ്ണാനെടുക്കും. പിന്നെ നമുക്കിവിടെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. സ്റ്റാർ ഫ്രൂട്ട് കണ്ടു കിടക്കുന്നുണ്ട്. ഇതിന് സീസൺ ആകുമ്പോൾ ഒത്തിരി ഇങ്ങനെ ഉണ്ടായി കിടക്കും. നമ്മളിതാരും മൈൻഡ് ചെയ്യാറ് പോലുമില്ല. കണ്ട കുഞ്ഞിനെ ഞാൻ പിന്നെ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ ഒരു കുരുവി കൂട് കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് അതിലൊരു മാവുണ്ട്. കണ്ടോ? നമുക്കിവിടെയും ഒരു മാവുണ്ടായിരുന്നു. അത് നമ്മൾ വെട്ടിക്കളഞ്ഞു. കാരണം ഈ ഇൻ്റർലോക്ക് ഇടാൻ നേരത്തെ അത് വലിയൊരു തടസ്സമായിട്ടാണ് നിന്നിട്ടുണ്ട്. ആ മാവ് നമ്മുടെ പണ്ടത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം. അതൊരു എൽ ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങോട്ട് തള്ളി നിന്നുണ്ട്. നമുക്ക് വണ്ടി കയറാൻ ഇറങ്ങാനൊക്കെ പാടായിരുന്നു. അങ്ങനെ നമ്മളതങ്ങ് വെട്ടിക്കളഞ്ഞു. പക്ഷെ അതിലെനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ നമുക്ക് അതെല്ലാം വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ നമുക്കിപ്പോൾ ഈ ഒരു മാവ് മാത്രമേ ഉള്ളൂ. അയ്യോ കക്കിയോ കക്കി. ഹായ്, സമയം 9:40. വലിയൊക്കെ ഒന്നും ചെയ്തിട്ടുള്ള ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു ഇദ്ദേഹം എന്റെ കയ്യിലിരിപ്പുണ്ട്. ഞങ്ങളൊന്ന് വെളി വരെ പോവാണ്. 10 മണിയായി. ഇവളുടെ ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പം രാവിലെ ഇവക്ക് ഫ്രൂട്ട്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഫ്രൂട്ട്സ് മേടിക്കാൻ ഇല്ലിക്ക് വരെ പോവാ. തുറക്കാവോ? തുറ. കയറുമ്പോഴേ സേറ ബേബിയുടെ ഹോബിയാണ് ഗിയറെ പിടിക്കുക, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കെ പിടിച്ച് പിടിക്കുക. സേറ ബേബി കൊണ്ടേ കണ്ണിരിക്കുന്നുണ്ടാവല്ലേ. അത് മാന്തി പറിക്ക. നമ്മളിവിടുന്ന് സാധാരണ ഫ്രൂട്ട്സ് മേടിക്കുന്ന കാശ്മീരി ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറി എന്ന് പറഞ്ഞിട്ട് ചുങ്കമൊക്കെ അടുത്ത് വരും. കോട്ടയം അടുത്ത് വരും. ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ തിരുവാർപ്പിന് വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വരും. അപ്പോൾ ദാഴ്ച സ്ട്രോബെറിയോ ചിക്കുവോ ഓറഞ്ച് അതൊക്കെ നോക്കുവാണ്. അമ്മ സേറ ബേബി നോക്കുന്നുണ്ടോ? സേറ ബേബി എത്തിക്കൊരു നോക്കുക. അപ്പ എന്നാടൊക്കെ നോക്കുകയാണോ? സേറ ബേബി അമ്മിനി പൊന്നി എത്തിക്കൊരു നോക്കുവാണ്. അമ്മ കാണിക്കാടി. അമ്മേ നല്ല വെയില്. ഇച്ചിരി ചിക്കും പഴം കൂടെ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് കണ്ടോണ്ടിരിക്കുന്നത്. പിടിക്കേ. ഈ സേനാ ബേബി ഒരു അടവ് പിടിച്ച കൊച്ച. തല പിടി. അതിന്റെ ഇടയ്ക്ക് ഇച്ച ഹായ് സൂപ്പർ. സിയാം ബേബി പുറകിൽ ഒന്നും ഇല്ലാത്ത സിയാം ബേബി ഉറങ്ങുകയാണ്. ഭീഷണിപ്പെടുത്തിയൊക്കെ വേണം തീറ്റിക്കാനല്ലോ.
ചിക്കു മതിയാകുമ്പോ പറയണോ? അതിനല്ലേ ചിക്കു. അത് നല്ല സപ്പോർട്ട് തരും. ഓ ഗോഡ്. എന്റെ പേര് പറഞ്ഞു. എന്റെ പേരെന്ന് പറഞ്ഞു. അല്ല സപ്പോർട്ടിക്കാടെ പേര് വരാൻ കാര്യം എന്ന് പറഞ്ഞു. സപ്പോർട്ട് പിക്കാന്ന് പറഞ്ഞത് സപ്പോർട്ട് മുസ്ലിം ആയിരിക്കും അല്ലേ? പിക്കാച്ചു വിളിക്കോ. ആ ശരി, ഞാൻ പള്ളി വെച്ചുള്ളൂ. ദീമി ഹായ് 15 പേര്. എല്ലാം കുറുക്കുമായിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടോ? ഞങ്ങള് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. അതെ, ഡാൻസ് കളിക്കുന്നു. പാട്ട് നിർത്തിയപ്പോഴാണ് ഡാൻസ്. അങ്ങനെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ പ്രത്യേകിച്ചൊന്നുമില്ലാത്ത വീഡിയോ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സേറാ ബേബി ഞാനൊന്ന് ഉറക്കി കടത്തിയതായിരുന്നു. ഒരു 5-10 മിനിറ്റ് പോലും കടന്നില്ല. അന്നേരം സേറാ ബേബി എഴുന്നേറ്റു. ഇപ്പോൾ ഇതാ എൻ്റെ ഫോൺ വെച്ചുകൊണ്ട് ചവിട്ടി തിരുമ്മി അത് ചേട്ടൻ തോണ്ട് വേണ്ടൊക്കെ ചെയ്യാണ്. സേറാ ബേബി എടുക്കുന്നു. ഇനി സേറാ ബേബിക്ക് ഒന്ന് കുളിക്കണം. അവിടെ ഇപ്പം എല്ലാം കുറുക്കാക്കിയത്. സേറാ ബേബിയുടെ അപ്പനോട് എന്താ ഉറങ്ങുന്നു. അഞ്ചായിരിക്കുമ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങുമോ, അടുക്കളയിലോ അമ്മ അടുക്കളയിലാണ്, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഞാൻ ബേബി സിറ്റിംഗ് ചെയ്യുന്നു. പനി പനി എൻ്റെ ഫോൺ എന്തൊക്കെയാണോ എടുക്കുന്നത് വിരലുള്ള വെച്ച് തോണ്ട് നോക്കി. അങ്ങനെ ഉച്ചക്കത്തെ ഞാനിങ്ങനെ അവനില്ലാത്ത ഞെരടി കൊടുക്കാൻ പോണം. അയ്യോ, അതാണ് സേറാ ബേബിയുടെ പുതിയ പണി. ഉണക്ക ഫ്രൈയോ? കരിയാത്തത് അതിന്റെ ഇപ്പൊക്കെ നമ്മൾ അങ്ങനെ ഉപ്പിട്ട് അങ്ങനെ കൊടുക്കാറുള്ളതല്ല. പിന്നെ ഉപ്പാണോ ഉപ്പിട്ടാലോ? ഞങ്ങളിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മെയ്യെടുക്കുന്ന തിരിച്ചോ ഇന്നത്തെ സാമ്പാർ എന്നെ എടുക്കണത് ഞാൻ. ഓ, ഞാൻ സെലിബ്രിറ്റിയാണ്. മെല്ലെ മെല്ലെയാണ് നമ്മൾ കഴിക്കുന്നത്. അതിനാകെ
ഞാനിരിക്കുന്ന പോലെ കണ്ട. അങ്ങനെ ഇച്ച തിരിച്ചു പോയി. സന്ധ്യയായപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ആ ഒരു കോലമാണിത്. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് ഇതാ നല്ല സൂപ്പർ മഴയും കാറ്റും. അപ്പം ഞങ്ങൾ എങ്ങനെ ഈവനിങ് മഴയും കാറ്റും ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. സിയാം ബേബി ഉണ്ട്, സെറ ബേബി ഉണ്ട്. സെറ ബേബിക്ക് തണുക്കുണ്ടല്ലോ ചേച്ചി. ഞാൻ ഇത്രയും ടോപ്പ് ഇങ്ങനെ പൊഞ്ഞു പിടിച്ചില്ല. സിയാം ബേബി നല്ല ഉറക്കത്തിലാണ്. മുത്ത് ഇല്ലിക്ക വരെ പോയി. മുത്ത് മഴയത്ത് വേണം വരാൻ. നല്ല മഴ, നല്ല എറിച്ചിലുണ്ട്. അല്ലെങ്കിൽ ഇച്ചിരി നേരം ഇരിക്കാറ്. What is coming? പിന്നെ പിള്ളേരെ തിരഞ്ഞെടുക്കും. ഞങ്ങൾ വെളി മഴ ആസ്വദിക്കാൻ വിചാരിച്ചു പോയപ്പോൾ നല്ല ഇടിയും മിന്നലും എറിച്ചിൽ, അതിലുപരി എറിച്ചിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് പിള്ളേരെ കൂടെ അകത്ത് കയറി. നമ്മൾ തന്നെയായിരുന്നെങ്കിൽ നമുക്ക് വെളിയിൽ എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പം പിള്ളേരുടെ ഉള്ളതുകൊണ്ട് അവരുടെ സേഫ്റ്റി അല്ലേ ഫസ്റ്റ്. സോ ഐ തോട്ട് സെറ ബേബിക്ക് കുറച്ച് തണ്ണിമത്തങ്ങ കൊടുക്കാം. ഓ പിന്നെ ശരി ബേബി ഇങ്ങനെ തുടങ്ങുന്നേ. അപ്പൊ ഞങ്ങൾ ഈ തണ്ണിമത്തങ്ങയാണ് കഴിക്കട്ടെ. ഹാപ്പി ടൈം. സിയ ബേബി ഇവിടെ ഉറങ്ങുവാണ്. സെറ ബേബി ഇവിടെ വോക്കറെ നടക്കുവാണ്. അവള് വോക്കറെ ഫ്രണ്ടിലോട്ടല്ല കുഴിയാന പോകുന്ന പോലെ പുറകോട്ടാവും. അയ്യോ അവിടെ അതാരാ? ഇങ്ങി ബാ, ഇങ്ങ് ബാ, ഇങ്ങ ബാ, ഇങ്ങ ബാ. ആ പോരട്ടെ, അങ്ങനെ പോരട്ടെ, പോരട്ടെ, അങ്ങനെ പോരട്ടെ. ആ നീ പുറോട്ട് പോര്, പോര് പോര്. കം വാ, അമ്മ അടുത്ത് വാ. വാടാ വാ വാ. ആ അയ്യോ അത് ചെന്നിടിച്ചു. രണ്ണ കുത്തി വെച്ച ഇതുവരെ അതിന്റെ പാട് പോയി. ചുമയുണ്ട്. ഞാൻ കൂട്ടത്തോലും അപ്പച്ചാ കോപ്രായം കാണട്ടെ. തിങ്കിടി അതാ തിങ്കിടി കാണിച്ചോണ്ടിരിക്കുക. അപ്പച്ചൻ തിങ്കിടി അടിച്ചേ. എപ്പോഴാ മൂലയിട്ട് നടുക്കോട്ട് വളർത്തിയാൽ ആ മൂല സൈഡിൽ അയ്യോണി കുഞ്ഞിനെ ചങ്കി കുഞ്ഞിന്
ചെന്തിനാനിയാണോ ഇത്? ഇതായി എവിടെ നോക്കടി. നിന്റെ ജീവമീ അതെ ഒത്ത് കേൾപ്പിച്ചോട്ടെ. അപ്പോൾ ഞങ്ങൾ യാത്ര പറയുകയാണ്. ഈ പെണ്ണിന്റെ പേര് മറ്റു പുതിയ പേരിട്ടു ഗീതു. അത് ചാടും 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 ഡയപ്പർ കൊണ്ട് ചാടുന്നു. അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അല്ല നല്ല കൂതറക്കോലം, നല്ല ആംഗിളിന് മോഹൊക്കെ ചക്ക പോലെ എന്റെ ചക്കയോ കപ്പളങ്ങയോ പോലെയൊക്കെ ഇരിക്കുന്നു. മുദ്ര ഞാൻ കോത കെട്ടി മുദ്ര ഐസേജ് പറ്റേ സ്ലോത്തിനെ പോലെ. അതിനെ കണ്ടിട്ട് എന്നാ പോലെ ഉണ്ട്. അപ്പോൾ ബൈ ബൈ. അയ്യോ